ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് BLDC ഫാൻസ്. അപ്പോൾ ഈ വാക്ക് നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ BLDC ഫാൻ. എന്താണ് ഈ BLDC ഫാൻ? ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ട്രഡീഷണൽ ഫാനും ഈ ഫാനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതേപോലെ തന്നെ 3 മികച്ച BLDC ഫാൻ ബിലോ 5,000 റുപ്പീസ്, അതും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. അത് ആറ്റംബർഗ്, വീഗാർഡ്, ഓറിയൻ, ഈ 3 കമ്പനീൻ്റെ 5,000 രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഒരു പ്രീമിയം റിമോട്ടൊക്കെ ഉള്ള ഒരു BLDC ഫാൻ, ഈ 3ഉം നമ്മൾ ടെസ്റ്റ് ചെയ്തേണ്ടായി. അപ്പോൾ ആ ടെസ്റ്റ് റിസൾട്ടിലൂടെ നമുക്ക് കിട്ടിയ എന്തൊക്കെയാണ് അതിൻ്റെ ആസ്പെക്ട്സ്, ഏതൊക്കെ ഫീച്ചേഴ്സാണ്, ഏതിലൊക്കെയാണ് അവൈലബിൾ ആണ്, എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് BLDC ഫാൻ? ബ്രഷ്ലെസ് ഡയറക്റ്റ് കറന്റ് മോട്ടർ. അപ്പോൾ ഇതാണ് BLDC. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ഫാനിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ബ്രഷ് ഉള്ള ഒരു മോട്ടറാണ്. അപ്പോൾ അത് കാരണം ഫ്രിക്ഷൻ വരുമ്പോൾ എഫിഷ്യൻസി കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ BLDC ഫാനിൽ ഇലക്ട്രോണിക് കൺട്രോളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രഷ് ഇല്ല, അതുകൊണ്ട് തന്നെ കുറേ കൂടി എഫിഷ്യൻ്റ് ആണ്. അതേപോലെ കറണ്ട് ലാഭിക്കാൻ പറ്റും, നല്ല എഫിഷ്യൻ്റ് ആണ്, അതേപോലെ റിലയബിളും ആണ്. മറ്റേ ഫാനിനെ പോലെയല്ല, ഇത് കുറേ കൂടി റിലയബിളും ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ഫാനിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് BLDC ഫാൻസ്. കാരണം നല്ല പവർ എഫിഷ്യൻസി. ഇപ്പോൾ ഒരു വർഷമൊക്കെ നമ്മൾ വീട്ടിൽ ഫാൻ നമുക്കറിയാലോ, ഒരു ഒട്ടുമിക്ക സമയം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫാൻ. അപ്പോൾ ഇയർലി നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഒരു ഫാനിൽ തന്നെ BLDCയിലേക്ക് മാറുകയാണെങ്കിൽ. അപ്പോൾ ട്രഡീഷണൽ ഫാന് നമുക്ക് ഒരുപാട് പഴക്കമുള്ള ട്രഡീഷണൽ ഫാനാണെങ്കിൽ ഇൻഫാക്ട് സേവിങ്സും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക് ഐഡിയ ഒരു BLDC ഫാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ BLDC ഫാനിനെ കുറിച്ച് പറഞ്ഞല്ലോ, പവർ കൺസപ്ഷൻ കുറവാണ്, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലും കുറയ്ക്കുന്നുള്ളത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ട്രഡീഷണൽ ഓൾഡ് ഫാൻസ് ഒക്കെ ഉണ്ട്, നമ്മൾ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഫാൻസൊക്കെ 70-80 വോട്ടൊക്കെയാണ് ഒരു ഫാനിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ 70-80 വോട്ടാണ് കൺസപ്ഷൻ വരുന്നത്. എന്നാൽ BLDC ഫാനിൽ അറൌണ്ട് 28 to 35 വോട്ടാണ് ഒരു ആവറേജ് കൺസപ്ഷൻ വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഇത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു റിലേറ്റീവ്ലി ന്യൂ ഫാനാണ്, അത് BLDC അല്ലാത്ത ന്യൂ ഫാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അറൌണ്ട് 50 to 55 വോട്ടാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ BLDCയിൽ അത്രയ്ക്കധികം സേവിങ്സ് ഇല്ല, ഒരു ലിമിറ്റഡ് എമൗണ്ടേ ഉള്ളൂ, എന്നാലും സേവിങ്സ് ഉണ്ട്. പക്ഷേ ട്രഡീഷണൽ ഫാൻസ്, അതായത് ഒരുപാട് പഴക്കമുള്ള ഫാൻസ് ആണെങ്കിൽ 70 to 80 വോട്ടിൽ നമ്മൾ നേരെ താഴെ ഒരു 30-35 വോട്ടിലേക്ക് വരികയാണ്. അപ്പോൾ തന്നെ ഹ്യൂജ് സേവിങ്സ് ആണ്. പിന്നെ BLDC ഫാൻ യൂസ് ചെയ്യുന്നതിൽ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇൻവെർട്ടറിൽ നമുക്ക് ടൈം കുറേയും കൂടെ കിട്ടും എന്നുള്ളതാണ്. അതായത് ട്രഡീഷണൽ ഫാനും ഈ BLDC ഫാനും യൂസ് ചെയ്യുമ്പോൾ ഇൻവെർട്ടറിൽ നമുക്ക് കുറേയും കൂടെ സമയം കിട്ടും എന്നുള്ളതാണ് ഈ ഒരു BLDC ഫാൻ വെച്ച്. കാരണം കുറേ കൂടി എഫിഷ്യൻ്റ് ആണ്, കൺസപ്ഷൻ കുറവായത് തന്നെ കുറേ കൂടി എഫിഷ്യൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ട്രഡീഷണൽ ഫാൻ ഒരു 5 മണിക്കൂറൊക്കെ ഇൻവെർട്ടറിൽ കിട്ടിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതൊരു 8 to 12 മണിക്കൂറിനിടയിൽ BLDC ഫാൻ കിട്ടും. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നല്ലൊരു ഇതല്ലേ. കാരണം നമ്മളൊരു ഓവർനൈറ്റ് ഒക്കെ കറണ്ട് ഇല്ലെങ്കിൽ, ബാറ്ററി കുറവാണ്, അല്ലെങ്കിൽ ഇൻവെർട്ടർ ലോഡ് പവർ കുറവാണെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്ട്രാ ടൈം നമുക്ക് ഈ ഒരു ഫാനിലൂടെ കിട്ടുന്നതാണ്. അതാണ് BLDCൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി നമ്മൾ BLDC ഫാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഫാനിൻ്റെ സൈസ് ഏതാണ്. അതായത് 900 mm ഉണ്ട്, 1200 mm ഉണ്ട്, 1400 mm ഉണ്ട്, അതായത് 1400, അതാണ് ബിഗർ സൈസ്. അപ്പോൾ ഏത് സൈസ് വേണം? ഇപ്പോൾ നമ്മളൊരു കിച്ചണൊക്കെ പോലത്തെ ഒരു സ്മോളർ റൂമാണെങ്കിൽ നമുക്കൊരു 900 ഒക്കെ മതി, അത്രയും സ്വീപ്പൊക്കെ മതി. എന്നാൽ ബെഡ്റൂംസ്, എവിടെയാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഫാൻസ് യൂസ് ചെയ്യുന്നത്, ബെഡ്റൂംസ്, ലിവിംഗ് റൂംസ്, അവിടെയൊക്കെ നമുക്ക് 1200 mm ഫാനായിരിക്കും സഫീഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു. കാരണം ആവറേജ് റൂം സൈസൊക്കെ അത്രയാണ്. എന്നാൽ ഹ്യൂജ് റൂമാണെന്ന് വിചാരിക്കുകയാണ്, ഭയങ്കര സൈസുള്ള റൂമാണെങ്കിൽ നമുക്ക് 1400 mm പോകാൻ നല്ലത്. കാരണം അതിൽ സ്വീപ്പും കൂടുതലായിരിക്കും, അതേപോലെ എല്ലാ കോർണറിലേക്കും നമുക്ക് കാറ്റ് കിട്ടുന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങളുടെ റൂം സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം നിങ്ങളുടെ ഫാനിൻ്റെ സൈസ് വരുന്നത്. അതായത് 900 mm, 1200 mm, 1400 mm, ഇങ്ങനെ 3 സൈസസിലാണ് നമുക്ക് BLDC ഫാൻ അവൈലബിൾ ആവുന്നത്. ഇനി നമ്മളൊരു ഫാൻ വെക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ആദ്യത്തെ കാര്യം ഈ ഫാൻ കൊണ്ട് നമ്മൾ റൂം കൂളാക്കുന്നുണ്ടോ, അതായത് അത്യാവശ്യം എയർ സർക്കുലേഷൻ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ CMM, അതേപോലെ RPM, ഈ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. CMM എന്ന് പറഞ്ഞാൽ ക്യൂബിക് മീറ്റേഴ്സ് പെർ മിനിറ്റ്, എത്ര നമുക്ക് എയർ ഡെലിവറി ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം RPM, റെവല്യൂഷൻസ് പെർ മിനിറ്റ്. അപ്പോൾ ഭയങ്കരമായിട്ട് റെവല്യൂഷൻസ് ഉണ്ട് എന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് എയർ വരുന്നില്ല. അപ്പോൾ ഏറ്റവും മികച്ച ഫാൻ എന്ന് പറഞ്ഞത് ഏറ്റവും അധികം എയർ ഡെലിവറി ഉണ്ട്, എന്നാൽ മിനിമം
മിനിമം RPM അത് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഭയങ്കരധികം RPM ഉണ്ട് എന്ന് വെച്ചിട്ട് എയർ ഫ്ലോയും കൂളിംഗ് അത്രയും അധികം ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഒരു ഫാൻ വാങ്ങുന്നതിന് മുമ്പ്. ഇനി നമുക്ക് ഈ 3 ഫാൻ ആറ്റംബർഗിൻ്റെയും വീഗാർഡിൻ്റെയും ഓറിയന്റിൻ്റെയും 3 ഫാനിൻ്റെ വളരെ ക്യുക്കായ ഒരു കമ്പാരിസൺ നടത്താം. ഇത് 5000 രൂപയ്ക്ക് താഴെ കിട്ടുന്ന പ്രീമിയം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള BLDC ഫാനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യുക്ക് കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആറ്റംബർഗിൻ്റെ നോക്കാം. അപ്പോൾ ഇതിൽ ആറ്റംബർഗിൻ്റെ റെനേസ എലീറ്റ് എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത മോഡലിൻ്റെ പേര്. വീഗാർഡിൻ്റെയാണ് ഇൻസൈറ്റ് G എന്ന് പറഞ്ഞ മോഡലാണ്. ഓറിയന്റിൻ്റെ ഓറിയൻ ഇയോൺ എന്ന് പറഞ്ഞ മോഡലാണ്. ഈ 3 മോഡലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയാം. എയർ ഫ്ലോ ആണ് നമുക്ക് ഒബ്വിയസ്ലി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയത്. ആറ്റംബർഗിൻ്റെ എയർ ഡെലിവറി എന്ന് പറഞ്ഞാൽ 235 cmm ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്യൂബിക് മീറ്റേഴ്സ് പെർ മിനിറ്റ് 235 ആണ്. RPM അറൌണ്ട് 350 to 365 ആണ്. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് എയർ ഫ്ലോ തരുന്നു, അതേപോലെ തന്നെ ഗുഡ് കൂളിംഗ് കവറേജും ഈ ഒരു ഫാൻ നൽകുന്നുണ്ട്. രണ്ടാമത്തെ വീഗാർഡ് ഇൻസൈറ്റ് Gയിൽ എയർ ഡെലിവറി വീണ്ടും 235 cmm തന്നെയാണ്. അതേപോലെ തന്നെ RPM അറൌണ്ട് 360 ആണ് വരുന്നത്. അപ്പോൾ ഇതിലും ആറ്റംബർഗിനെ പോലെ തന്നെ വളരെ സിമിലർ ആയ പെർഫോമൻസും എയർ ഫ്ലോ ആണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇനി ഓറിയൻ നിയോൺ നോക്കുകയാണെങ്കിൽ എയർ ഡെലിവറി 225 ആണ്, ഒരു 10 cmm കുറവാണ്. RPM ആണ് 360 ആണ്. അപ്പോൾ കമ്പയർഡ് ടു അതർ 2 ഫാൻസ് നോക്കുകയാണെങ്കിൽ ഓറിയന്റിൻ്റെ എയർ ഡെലിവറി കുറച്ച് താഴെയാണ് നിൽക്കണമെന്ന് പറയാം. അപ്പോൾ എന്നാലും അത്യാവശ്യം നല്ല ഡീസൻറ്റ് കൂളിംഗ് നമുക്ക് ബെഡ്റൂമിലൊക്കെ യൂസേജിന് ഈ ഒരു ഫാന് നൽകുന്നുണ്ട്. ഇനി അടുത്ത് നമ്മളൊരു BLDC ഫാൻ വാങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ബോക്സിൽ കിട്ടുന്നത് നോക്കാം. എല്ലാത്തിലും ഏറെക്കുറെ സിമിലർ ആണ് എക്സ്പീരിയൻസ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബോക്സിനകത്ത് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇതിനകത്ത് വരുന്ന ബോക്സിനകത്ത് ഫാൻ മോട്ടറാണ്, ബ്ലേഡ്സ്, ഡൗൺ റോഡ് ആൻഡ് മൗണ്ടിങ് കിറ്റ്, റിമോട്ട് കൺട്രോൾ, അതേപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ആക്സസറീസ്, യൂസർ മാനുവൽ ആൻഡ് വാറണ്ടി കാർഡ്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ഫാൻസ് മാറിയില്ല, BLDC ഫാൻ റിമോട്ടിലോണ്ട് ഓടുന്ന കാരണം നമുക്ക് റെഗുലേറ്റർ ആവശ്യമില്ല. നമുക്ക് ആക്ച്വലി എല്ലാം തന്നെ റിമോട്ടിൽ കൺട്രോൾ ചെയ്യാം. സ്പീഡ് 1 to 5 എന്നുള്ള സ്പീഡ് റിമോട്ട് കൺട്രോൾ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതുകൊണ്ട് റെഗുലേറ്ററിന്റെ ആവശ്യം നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. ഇനി ഈ 3 ഫാനിന്റെ ഡിസൈൻ ലാംഗ്വേജ് നോക്കാം. എല്ലാ ഫാനും ഡിഫറെൻ്റ് ആയിട്ട് ഡിസൈൻ ലാംഗ്വേജ് വരുന്നത്. കാരണം ഡിസൈൻ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ലിവിംഗ് റൂമിൽ അല്ലെങ്കിൽ ബെഡ്റൂമിലൊക്കെ ഫാൻ വെക്കുമ്പോൾ ആ ഒരു ഡിസൈൻ എലമെന്റ് നമ്മൾ എപ്പോഴും തന്നെ നോക്കുന്നതല്ലേ. അപ്പോൾ ആ ഒരു എലമെന്റിൽ ഏത് ഫാനാണ് ബെറ്റർ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്ക് റെനേസ എലീറ്റ് ആറ്റംബർഗിന്റെ. ഇതിനകത്ത് നല്ലൊരു പ്രീമിയം കേർവ്ഡ് ബ്ലേഡ് ഡിസൈനാണ് വരുന്നത്. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ കളർ ഓപ്ഷനിൽ ഇതുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ കളർ ഓപ്ഷൻ കാണാം. അതേപോലെ ഇതിനകത്ത് മൂൺ ബീം LED നൈറ്റ് ലൈറ്റ് ഫീച്ചറുണ്ട്. ഒരു ബ്ലൂ കളർ LED ലൈറ്റ് നൈറ്റ് ലാമ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് വളരെ മിനിമലാണ് LED ഇൻഡിക്കേറ്റർ, ഭയങ്കര സ്ട്രോങ് അല്ല. അതുകൊണ്ട് തന്നെ നൈറ്റിൽ നമുക്കൊരു സോഫ്റ്റ് നൈറ്റ് ലൈറ്റ് ആയിട്ട് യൂസും ചെയ്യാവുന്നതാണ്. ഇനി വീഗാർഡ് ഇൻസൈറ്റിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് വളരെ മിനിമൽ ആൻഡ് ക്ലീൻ ഡിസൈനാണ്. സ്ലൈറ്റ്ലി മോർ ട്രഡീഷണൽ ബ്ലേഡ് സ്റ്റൈലിംഗ് ആണ്. അതേപോലെ ഇതിനും ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഒരു സർക്കുലർ ലേ ഔട്ടിലാണ് LED ഇൻഡിക്കേറ്റർ വരുന്നത്. ഇതും മൾട്ടിപ്പിൾ കളേഴ്സിൽ അവൈലബിൾ ആണ്. ഡിസൈൻ ഇതിൻ്റെ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഇൻറ്റീരിയേഴ്സിനും ഇത് അനുയോജ്യമായിട്ട് എനിക്ക് തോന്നി. ഇനി ഓറിയന്റിൻ്റെ ഇയോൺ എന്ന് പറഞ്ഞ ഫാൻ നോക്കുകയാണെങ്കിൽ ഇതും സ്ലീക്ക് എയറോഡൈനാമിക് ബ്ലേഡ് ഡിസൈനാണ്. ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. ഇതിലും ഒരു സെൻട്രൽ LED ഉണ്ട് ഇൻഡിക്കേറ്റർ. അതേപോലെ തന്നെ ഓറിയന്റ് കുറേ കൂടെ ഫോക്കസ് ചെയ്യുന്ന എസ്തെറ്റിക് സ്റ്റൈലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഫാൻ കുറച്ചും കൂടെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് ഡെഫിനറ്റ്ലി പറയാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫാനിലും റിമോട്ട് കൺട്രോൾ ഉണ്ട്. കാരണം റിമോട്ട് കൺട്രോളാണ് നമ്മൾ ഈ ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും അതേപോലെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി റിമോട്ട് കൺട്രോളാണ് യൂസ് ചെയ്യുന്നത്. 3 ഫാനിൽ നമുക്ക് റിമോട്ട് കൺട്രോൾ അവൈലബിൾ ആണ്. റിമോട്ട് കൺട്രോളിൽ ആക്ച്വലി കോമൺ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതായത് സ്പീഡ് കൺട്രോൾ, ബൂസ്റ്റ് മോഡ്, ടൈമർ സെറ്റ് ചെയ്യാം, സ്ലീപ്പ് മോഡ്, ഇങ്ങനെ എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇനി ആറ്റംബർഗിൻ്റെ റിമോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് IR റിമോട്ടാണ്, അതായത് യൂണിവേഴ്സൽ റിമോട്ടാണ്. അപ്പോൾ നമുക്ക് ഒരു ആറ്റംബർഗിൻ്റെ റിമോട്ട് ഉണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാ ആറ്റംബർഗ് ഫാനും കൺട്രോൾ ചെയ്യാന്നുള്ളത്. കാരണം ആ IR റിമോട്ട് ജസ്റ്റ് നമ്മുടെ ഫാനിലേക്ക് ഒന്ന് പോയിന്റ് ചെയ്താൽ മതി. ആ റിമോട്ട് ആ ഫാൻ വർക്ക് ചെയ്യും. നമ്മൾ ഏത് ഫാനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് ആ ഫാൻ ആ റിമോട്ടോട് വർക്ക് ചെയ്യും. അപ്പോൾ ഒരുപാട് റിമോട്ട് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഒരു റൂമിൽ തന്നെ 2 ഫാനൊക്കെ ഉണ്ടെങ്കിൽ, ലോങ് റൂമാണ് 2 ഫാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ഫാൻ ഉണ്ടെങ്കിൽ എല്ലാം തന്നെ ഒരൊറ്റ റിമോട്ടിൽ നമുക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ IR റിമോട്ടിൻ്റെ പ്രത്യേകത. അത് ആറ്റംബർഗിൻ്റെ റെനേസ എലീറ്റിലാണ് അവൈലബിൾ ആവുന്നത്. ഇനി ഇതിൻ്റെ ബിൽ ക്വാളിറ്റി, ഒബ്വിയസ്ലി ബിൽ ക്വാളിറ്റി ഒരു ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഡ്യൂറബിലിറ്റി ഒക്കെ നമ്മൾ എത്ര കാലം ഫാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ബിൽ ക്വാളിറ്റി. അപ്പോൾ ഈ 3 ഫാനിൻ്റെയും ബിൽ ക്വാളിറ്റി ജനറലി എല്ലാ കാര്യങ്ങളും പറയാം. അപ്പോൾ ഇതിലൊക്കെ തന്നെ വരുന്നത് അലുമിനിയം ബ്ലേഡ്സ് ആണ്, ഡ്യൂറബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അതേപോലെ ഇതെല്ലാം തന്നെ നല്ല സ്ട്രോങ് എയർ ഫ്ലോ കേപ്പബിൾ ആയ ഫാൻസ് ആണ്. അതേപോലെ ഓവറോൾ ഫിനിഷ് എല്ലാ ഫാൻസിനും എനിക്ക് തോന്നുന്നു സോളിഡ് ആൻഡ് വളരെ വെൽ ബിൽഡാന്ന് പറയാം. പിന്നെ ചില ഫാൻസിൽ ആൻറ്റി ഡസ്റ്റ് കോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയാം. അത് റിയലിസ്റ്റിക്കലി പറയാ ആൻറ്റി ഡസ്റ്റ് കോട്ടിംഗ് അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല. കാരണം ഡസ്റ്റ് ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ
പൊടി എന്താണെങ്കിൽ നമ്മുടെ ഫാനിലുണ്ടാവും. അപ്പോൾ ആൻറ്റി ഡസ്റ്റ് കോട്ടിംഗ് ഉണ്ടെങ്കിലും അത് അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഫീച്ചറല്ല. ജസ്റ്റ് ഡസ്റ്റ് ഭയങ്കരമായിട്ട് തിക്കായിട്ട് കളക്ട് ചെയ്യില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. ആൻറ്റി ഡസ്റ്റ് ഫാൻസ് അവൈലബിൾ ആണ് ചില ബ്രാൻഡ്സിന്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഫാനിൻ്റെ നോയ്സ് ലെവൽസ് ആണ്. അതായത് നമ്മൾ രാത്രി കിടക്കാൻ ഉറങ്ങാൻ കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ ഫാന് വളരെയധികം ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഫാൻ നോയ്സ് എത്രത്തോളം ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ BLDC ഫാൻ ജനറലി വളരെ ക്വയറ്റ് ആണ് ട്രഡീഷണൽ ഫാൻ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. ഇതെന്തുകൊണ്ടാണ് വെച്ചാൽ BLDC മോട്ടർ മെക്കാനിക്കൽ ബ്രഷസ് ഇല്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ബ്രഷ്ലെസ് ആണ്, അതുകൊണ്ട് തന്നെ സൗണ്ട് വളരെ കുറവാണ്. അപ്പോൾ നൈറ്റിലൊക്കെ നമുക്ക് നല്ല സ്ലീപ്പ് കിട്ടും എന്നുള്ളതാണ്. കാരണം സൗണ്ട് വളരെ മിനിമൽ ആയിട്ടാണ് BLDC ഫാൻസിൽ ഓഫർ ചെയ്തിരിക്കുന്നത്. ആറ്റംബർഗ് ഫാനിൽ നമുക്ക് ഒരു അഡീഷണൽ ഫീച്ചർ വരുന്നത് എന്താ വെച്ചാൽ പവർ പ്രൊട്ടക്ഷൻ. ഈ പവർ പ്രൊട്ടക്ഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇതിനകത്ത് അതായത് ആറ്റംബർഗിൻ്റെ റെനേസ എലീറ്റിൽ മാത്രമേ ഉള്ളൂ അപ് ടു 10 kV സർജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതേപോലെ അപ് ടു 350 വോൾട്ട് വോൾട്ടേജ് പ്രൊട്ടക്ഷനും ഇൻക്ലൂഡ് ഉണ്ട്. അതായത് മോസ്റ്റ് ഓഫ് ദ ഫാൻസി പ്രൈസ് സെഗ്മെന്റിൽ 2 to 4 kV സർജ് പ്രൊട്ടക്ഷൻ ഉള്ളൂ. ഇവിടെ നമുക്ക് 10 kV സർജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഡെഫിനറ്റ്ലി വോൾട്ടേജ് ഫ്ലക്ച്വേഷനുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ഫാനിന് അഡീഷണൽ സർജ് പ്രൊട്ടക്ഷനും വോൾട്ടേജ് പ്രൊട്ടക്ഷനും ഉണ്ടെന്നുള്ളത് ഒരു ഫീച്ചർ ആയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ആറ്റംബർഗിലാണ് അവൈലബിൾ ആവുന്നത്. ഈ എനർജി കൺസപ്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ 3 ഫാനും 28 to 35 വോട്ടാണ് ഒരു ആവറേജ് വരുന്നത്. അപ്പോൾ ഏറെക്കുറെ എനർജി കൺസപ്ഷൻ 3 ഫാനിലും സിമിലർ ആണ്. അപ്പോൾ അതിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇനി നമ്മൾ ഈ ഫാൻ വാങ്ങിയ ഇൻസ്റ്റലേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആറ്റംബർഗിനും വി-ഗാർഡിനും ഹോം ഇൻസ്റ്റലേഷൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. എന്നാൽ ഓറിയന്റിന് ആ ഒരു ഓപ്ഷനിൽ അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയ ഇലക്ട്രീഷ്യൻ വിളിച്ച് വെക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഫാൻ വാങ്ങിക്കഴിഞ്ഞാൽ വാറണ്ടി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ വാറണ്ടി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ആറ്റംബർഗ് ചില ഫാൻസിൽ അപ് ടു 5 years വാറണ്ടി സപ്പോർട്ട് ഉണ്ട്. എന്നാൽ ഓറിയന്റും വി-ഗാർഡും 2 to 3 years ആണ് ആവറേജ്. അഗെയിൻ ഇത് ഡിപ്പെൻഡ് ചെയ്യും ഏത് മോഡലായിരിക്കും എന്നുള്ളതിൽ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെയും ആറ്റംബർഗിന് മുൻതൂക്കം ഉണ്ട്. കാരണം അപ് ടു 5 years വാറണ്ടി ഈ ഒരു ബ്രാൻഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ആരൊക്കെ BLDC ഫാൻ എടുക്കണം? BLDC ഫാനിൻ്റെ പ്രത്യേകത ഞാൻ ഇത്രയും പറഞ്ഞു. അപ്പോൾ BLDC ഫാൻ വാങ്ങുന്നവർ ഡെഫിനറ്റ്ലി ഫാൻ കുറേ മണിക്കൂറുകളോളം ദിവസം യൂസ് ചെയ്യുന്നവരായിരിക്കും. അതേപോലെ തന്നെ എനർജി കൺസപ്ഷൻ കുറവാണ്. ഇൻവേർട്ടറിലെ ലോഡ് നമുക്ക് അധികം അവേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കുറേ കൂടെ ക്വയറ്റർ ഓപ്പറേഷനാണ്. അതേപോലെ തന്നെ നമുക്ക് റിമോട്ട് കൺട്രോളിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് റെഗുലേറ്ററിൻ്റെ ആവശ്യമില്ല. റിമോട്ട് കൺട്രോളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് ഒരു സ്ഥലത്ത് പോയി റെഗുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് റിമോട്ട് കൺട്രോളിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് BLDC ഫാൻ വാങ്ങുന്നവരുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോൾ കണ്ടത്. 3 ഫാനിൽ വി-ഗാർഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സോളിഡ് എയർ ഫ്ലോയും റിലയബിൾ പെർഫോമൻസും ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. അതേപോലെ ഓറിയന്റ് ആണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ഫാക്ടറാണ്. അതേപോലെ ഡീസെന്റ് എയർ കൂളിംഗ് ഉണ്ട്. ഇവിടെ ആറ്റംബർഗ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതെന്തൊക്കെയാ വെച്ചാൽ കുറച്ചും കൂടി സ്ട്രോങ്ങർ എയർ ഫ്ലോ ഉണ്ട്, ഹയർ ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, യൂണിവേഴ്സൽ റിമോട്ടാണ്, IR റിമോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പിന്നെ നൈറ്റ് ലാമ്പ് പോലെ നമുക്ക് യൂസ് ചെയ്യാം, ലോങ്ങർ വാറണ്ടി ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ആറ്റംബർഗിന്റെ റെനേസ എലൈറ്റ് ആണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ എനിക്ക് തോന്നിയ മികച്ച BLDC ഫാൻ. ബാക്കി 2 ഫാനും നല്ലതാണ്. എന്നാൽ ഈ ഒരു ഫാനിന് കുറച്ചും കൂടി ആഡഡ് ബെനിഫിറ്റ്സും ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇതായിരുന്നു 3 മികച്ച BLDC ഫാൻ ബിലോ 5,000 rupees. അപ്പോൾ എൻ്റെ പേഴ്സണൽ ചോയ്സ് ഒബ്വിയസ്ലി ആറ്റംബർഗിൻ്റെ റെനേസ എലൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് ഏത് ഫാൻ വാങ്ങിയാലും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. പക്ഷേ ആറ്റംബർഗിന് കുറച്ചും കൂടി അഡീഷണൽ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതായിരുന്നു BLDC ഫാനിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.